പലവിധ പ്രത്യേകതകളാൽ അനുഗ്രഹപ്രദമായ ദിവസമാണ് പെസഹ വ്യാഴം. പ്രധാനമായും 2 പ്രത്യേകതകൾ. ഒന്ന്, മനുഷ്യരോടൊപ്പം എന്നും കൂടെ വസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. 2, ലോക അവസാനം വരെ വിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം. ഈ പുണ്യദിനത്തെ ഓർക്കുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ പെസഹ തിരുനാൾ ഓർമ്മ വരികയാണ്. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം പെസഹ ഭക്ഷിക്കുകയും തുടർന്ന് അയൽവക്കങ്ങളിലും അടുത്തുള്ള ബന്ധുവീടുകളിലും പോയി പെസഹ ഭക്ഷിക്കുകയും ശേഷം പ്രായമായ അപ്പച്ചന്മാരുടെ പാനവായനയുമെല്ലാം ഓർമ്മ വരികയാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ വലിയൊരു നഷ്ടബോധം തോന്നുകയാണ്. കാരണം ഇന്ന് റെഡിമെയ്ഡ് അപ്പവും പാലും എല്ലാം വാങ്ങി ചടങ്ങിന് വേണ്ടി ചടങ്ങുകൾ നടത്തുന്ന ഈ സുഖലോലുപതയുടെ ലോകത്ത് മൂല്യങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും ഇതെല്ലാം മാറി പഴയ ഓർമ്മകളുടെ കാലഘട്ടം തിരിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, രക്ഷാകര രഹസ്യങ്ങൾ മകുടം ചൂടുന്ന ആരാധനാവത്സരത്തിലെ പുണ്യം നിറഞ്ഞ ദിവസമാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന പെസഹ. ഈ പെസഹ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ അതിൻ്റെ ആഴമായ അർത്ഥങ്ങളിലേക്കൊന്ന് കടക്കാം. പെസഹായുടെ അർത്ഥം മനസ്സിലാക്കാൻ ചരിത്രത്തിൻ്റെ താളുകൾ അല്പം പിന്നോട്ട് മറിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ അന്ന് ആചരിച്ചിരുന്ന പെസഹ എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആഘോഷിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ മതജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു പെസഹ. മാത്രവുമല്ല, കഴിഞ്ഞകാല സംഭവങ്ങളെ ഓർക്കാനും അവയെ പ്രഘോഷിക്കാനും, അതുപോലെ ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം സംഹാരദൂതൻ കൊന്നൊടുക്കിയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മുദ്ര ചെയ്ത ഇസ്രായേൽ ഭവനങ്ങൾ ഒഴിവാക്കി തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചതും, ചെങ്കടൽ കടന്ന് വാഗ്ദാന നാട്ടിലെത്തി സ്വാതന്ത്ര്യം അനുഭവിച്ച സംഭവങ്ങളുമെല്ലാം നന്ദിയോടെ ഓർക്കുന്ന ഒരു ദിവസമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പെസഹ തിരുനാൾ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം അവർക്ക് അന്യമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് ചരിത്ര താളുകൾ മറിക്കുമ്പോൾ നമുക്കറിയാം, ഈശോയും ഒരു യഹൂദനായിരുന്നതിനാൽ പെസഹ ആചരിച്ചിരുന്നു. പഴയ നിയമത്തിൽ പെസഹ എന്ന വാക്കിന് കടന്നുപോകൽ എന്ന അർത്ഥമാണെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹായ്ക്ക് കടന്നുവരൽ എന്ന അർത്ഥം വേണമെങ്കിൽ നൽകാം. കുഞ്ഞാടിൻ്റെ രക്തത്താൽ പഴയ ഇസ്രായേൽ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടിയെങ്കിൽ പുതിയ ഇസ്രായേലായ നാം രക്ഷകനായ ഈശോയുടെ രക്തത്താൽ തന്നെയാണ് രക്ഷ നേടുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഭൂമിയിൽ മനുഷ്യരൂപം പ്രാപിച്ചത് കടന്നു പോകാനല്ല, മറിച്ച് മനുഷ്യൻ്റെ നൊമ്പരങ്ങൾക്കും വേദനകൾക്കും ഉത്തരം നൽകാൻ വേണ്ടിയാണ്. മനുഷ്യന് പ്രത്യാശ പകരാൻ വേണ്ടിയാണത്. ആ അനുസ്മരണമാണ് നാം ഇന്ന് ആചരിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ യേശു തൻ്റെ ശരീരവും രക്തവും ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടുള്ള പെസഹ ആചരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആചരണം പഴയ ഓർമ്മ പുതുക്കലായിരുന്നില്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങൾ വില കൽപ്പിച്ച് സഹോദര സ്നേഹത്താൽ അധിഷ്ഠിതമായ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന പെസഹായാണ് ഈശോ സ്ഥാപിച്ചത്. അതാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ അർത്ഥമാക്കുക. സ്ഥാപനശേഷം മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരപ്പൻ തൻ്റെ മക്കൾക്ക് നൽകുന്ന അവസാന സന്ദേശം എന്ന പോലെ അവിടെ കൂടിയിരുന്ന ശിഷ്യ സമൂഹത്തിന് ഈശോ നൽകുന്നുണ്ട്. സന്ദേശം ഇതാണ്: നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. സ്നേഹം നിറഞ്ഞവരെ, പെസഹ ഭക്ഷണത്തിന് ഒരുക്കമായി കർത്താവ് വിനീതനായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ് ചെയ്തത്. യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ശാരീരിക പരിശുദ്ധി വരുത്തിയ ശേഷമേ ഭക്ഷണത്തിന് ഇരിക്കാവൂ എന്നതായിരുന്നു നിയമം. അന്നത്തെ കാലത്ത് ഇതെല്ലാം ചെയ്യാനായി അടിമകൾ ഓരോ വീടുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം ഒന്നുമില്ലാതിരിക്കെയാണ് അവരെല്ലാവരും പെസഹ ഭക്ഷിക്കാനായിട്ട് അവിടെ വരുന്നത്. ആ സമയത്ത് അവരുടെ ഇടയിൽ ഒരു ചോദ്യം ഉയരുകയാണ്: തങ്ങളിൽ വലിയവൻ ആര് എന്ന ചോദ്യം. അത് മനസ്സിലാക്കിയ ഈശോ അവരെ പഠിപ്പിച്ചു: നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം എന്ന്.
ഇവിടെ ശിഷ്യന്മാർക്ക് സ്വയം വലുതായി കാണാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവരുടെ മുമ്പിലുള്ള ആ ചോദ്യം ഇതായിരുന്നു: ആര് ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകും? ഊട്ടുമുറിയിൽ അത് സംബന്ധിച്ച തർക്കം നടക്കുമ്പോൾ ഈശോ തൻ്റെ മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടി ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയായിരുന്നു. അടിമകൾ ചെയ്യേണ്ടിയിരുന്നതെങ്കിലും അവർക്ക് പാദങ്ങൾ കഴുകിയാൽ മാത്രം മതിയായിരുന്നു. എങ്കിൽ ഇവിടെ ഈശോ അതിനേക്കാൾ സ്വയം ശൂന്യനായി തീരുകയായിരുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെയും തള്ളിപ്പറഞ്ഞവൻ്റെയും പാദങ്ങൾ കഴുകുക മാത്രമല്ല, അവിടുന്ന് പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് വിനയത്തിൻ്റെ മാതൃക കാണിച്ചു തരികയായിരുന്നു. ആരെയും ഒഴിവാക്കാതെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇവിടെ പ്രകടമാവുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ഇടവകകളിൽ എത്രമാത്രം നിസ്വാർത്ഥമായി പെരുമാറാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ആരെയും ആശ്രയിക്കാതെ എനിക്കുള്ളതെല്ലാം കൊണ്ട് ജീവിച്ചു കൊള്ളാം എന്ന മനോഭാവം പുലർത്തുന്നവരാണോ നാം? ഇന്ന് ലോകം ആരെയെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വിനീത ഹൃദയരെ ആയിരിക്കാം. അതിനുദാഹരണമാണ് വിശുദ്ധർ. കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിച്ച് കടന്നു പോയവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വിനയവും നിസ്വാർത്ഥ സ്നേഹവും സേവന സന്നദ്ധതയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമാക്കാം. ഒരു നല്ല ലോകത്തെ നമുക്കും പ്രദാനം ചെയ്യാം. ഈ പെസഹ തിരുനാൾ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിക്കുക മാത്രമല്ല, വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ സമ്മാനിക്കാൻ ഇന്നേ ദിവസം അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിക്കുകയും നമുക്കായി സ്ഥാപിച്ച മറ്റെല്ലാ കൂദാശകളും സംലഭ്യമാക്കാൻ അവിടുന്ന് പുരോഹിതരെ സഭയ്ക്ക് സമ്മാനിക്കുകയും ചെയ്ത ദിവസവും കൂടിയാണ് ഇന്ന്. കാരണം ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ ഒരു പുരോഹിതനിലൂടെ മാത്രമേ അവിടുന്ന് സ്ഥാപിച്ച കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുകയുള്ളൂ. ഈ അവസരത്തിൽ സഭയിലെ എല്ലാ പുരോഹിതരെയും സഭയെ നയിക്കുന്ന എല്ലാ മേലധ്യക്ഷന്മാരെയും ഒരു നിമിഷം ഓർക്കാം. ഞാൻ ഇതുവരെ സ്വീകരിച്ച കൂദാശകൾ പരികർമ്മം ചെയ്ത ആ നല്ല വൈദികനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു പക്ഷേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും വൈദികനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമയും ചോദിക്കാം. അവർ ഏർപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ മേഖലകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ കൂടുതൽ തീക്ഷ്ണതയോടെ അവിടുത്തെ വേല ചെയ്യാൻ കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ആമേൻ.